ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് പേരൻസുമായിട്ട് കുട്ടികൾ വഴക്ക് കൂടുന്നൊരു സാഹചര്യം ഇപ്പോൾ സർവ്വസാധാരണമാണ്. കാരണം പണ്ടത്തെ തലമുറ പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ. മിക്കപ്പോഴും അവർ പല കാര്യങ്ങളിലും നമ്മൾ ഒരടുക്കും ചിട്ടയോടെ ആയിരിക്കില്ല. അവർ ചിലപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവർ പെട്ടെന്ന് ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. നമ്മളുടെ മാതാപിതാക്കൾ കണ്ട് ശീലിച്ചു വന്ന ഒരു കാര്യമായിരിക്കില്ല അവർ നോക്കുന്നതും ചെയ്യുന്നതും ഒന്നും. അപ്പോൾ ഗ്രാൻഡ് പേരൻസിന് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് കണ്ട് നല്ല നമ്മളായിട്ട് തന്നെ കൊടുത്ത കുറേ ശീലങ്ങളൊക്കെ ഉണ്ട്, ഫോൺ നോക്കിയിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ടീനേജേഴ്സ് അല്ലെങ്കിൽ ഈ ഫോണിൽ നോക്കിയിരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കംപ്ലൈൻറ്റും വഴക്കും ഇത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ ഒരു വഴക്ക് ചിലപ്പം ഭയങ്കര മൂർധന്യാവസ്ഥയിലെത്തും. അത് ഈ കൊച്ചു കുട്ടികളും അപ്പൂപ്പനും അമ്മൂമ്മയുള്ള വഴക്കുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇടയ്ക്ക് നിൽക്കുന്ന അച്ഛനും അമ്മയും വല്ലാത്ത അവസ്ഥയിലാവും. ചിലപ്പോൾ അവർക്ക് പേരൻസിനോട് വഴക്കിടേണ്ടി വരും. അപ്പൊ കുട്ടികളെ ഒരു പരിധിക്ക് അവരെന്തിനാ ഇത്രയും വഴക്കൊന്നും നമുക്കും ചിന്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ രക്ഷകർത്താക്കളും നിങ്ങളുടെ അച്ഛനും അമ്മയും, അതായത് അവരുടെ ഗ്രാൻഡ് പേരൻസ് മാത്രമേ വീട്ടിലുള്ളെങ്കിൽ വലിയൊരു വഴക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഫോണിൽ തോണ്ടിയിരിക്കുന്നു, ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കേസുകളായിരിക്കും കൂടുതലും വരുന്നത്. ഇങ്ങനെ വലിയ വഴക്ക് നടക്കുന്നു. നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിൽ ഭയങ്കര കലഹം നടക്കുന്നു. നിന്റെ അച്ഛനൊക്കെ നിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്താണ്ടാണ് ഇങ്ങനെ, ഞാനാണ് ഇങ്ങനെ ഇതില്ല അങ്ങനെ. അപ്പോൾ വഴക്ക് തിരിച്ച് അപ്പൂപ്പനും അമ്മൂമ്മയും നിങ്ങളുടെ കാര്യം നോക്കിക്കോ, എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് അവർ വലിയ വഴക്ക്. ഈ കണ്ടീഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ വലിയ വഴക്ക് കേട്ട് മനസ്സ് വിഷമിച്ചാണ് ചെല്ലുന്നത്. നിങ്ങൾ ഉടനെ നിങ്ങളെ മക്കളെ തല്ലാൻ പോവും, അത് അപ്പൂപ്പനും അമ്മമ്മയോടും അത് നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ തട്ടിക്കയറാൻ പോവും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സമയം സൈലന്റ് ആയിട്ടിരിക്കുക. നേരെ ആ സിറ്റുവേഷൻ ക്ലിയർ ചെയ്യുക. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. ഒരുപാട് പരാതികൾ രണ്ടുപേർക്കും പറയാനുണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്വൈരം തരാത്ത പോലത്തെയുള്ള കംപ്ലൈൻസുകൾ, അത് ചെയ്തു ഇത് ചെയ്തു, എന്നെ തല്ലാൻ വന്നു കൊല്ലാൻ വന്നു, ഇങ്ങനെ ഒരുപാട് പരാതി രണ്ടുപേർക്കും പറയാം. അപ്പൊ രണ്ടുപേരോടും പറയുക, സമാധാനമായിട്ട് തന്നെ പറയുക, ഇപ്പോൾ ഞാൻ ഇതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് സമയം കഴിയട്ടെ, സംസാരിക്കാന്ന് പറയുക. രണ്ടുപേരെയും ശാന്തമാക്കി സിറ്റുവേഷൻ ക്ലിയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടുപേരോടും ദേഷ്യപ്പെടാൻ നമുക്കറിയാം ചിലപ്പം ഇപ്പോഴത്തെ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ഗ്രാൻഡ് പേരൻസിന് ബുദ്ധിമുട്ടാണ്. നമുക്കും ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആയി. എന്ന് വെച്ചാൽ നമുക്കത് പരിചയമായി, ഫെമിലിയർ ആയി. ഇവരെവിടെ വരെ പോകും എങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർ കണ്ടു വളർന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ, അതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പം എന്ത് ചെയ്യണം? ആദ്യം അച്ഛനും അമ്മയും നിങ്ങളൊന്നും ഉപദേശിക്കാൻ പോകണ്ട. കാരണം നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ അവർ മെന്റലി ഒരുപാട് ഹേർട്ടാവും. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഇല്ല, പക്ഷേ നിങ്ങളുടെ പേരൻസ് അവരെ ഉപദേശിക്കുന്നതാണ്. പക്ഷെ ഉപദേശങ്ങൾ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുമ്പം ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഹർട്ടാവുന്ന രീതിയിലായിരിക്കും ഗ്രാൻഡ് പേരൻസ് പറയുന്നത്. അത് അവരുടെ ദേഷ്യമൊക്കെ കൂട്ടി, അവർ സ്നേഹമുണ്ട്, സ്നേഹത്തെ കലർന്ന ദേഷ്യത്തെ പറയുന്നതാണെങ്കിൽ പോലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ടാവും. പക്ഷെ അത് നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ തോന്നും, എൻ്റെ മക്കളെ അത്രയും അമ്മ പറയണ്ടായിരുന്നു, അമ്മമ്മ പറയണ്ടായിരുന്നൊക്കെ തോന്നും. പക്ഷേ ആ സിറ്റുവേഷനെ അപ്പം കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ രക്ഷകർത്താക്കളെ വഴക്ക് പറയുമ്പോൾ കുട്ടികൾക്കത് സന്തോഷമാവും. പക്ഷെ നിങ്ങളുടെ പേരൻസിന് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഹർട്ട് ചെയ്യും. അപ്പം അവരെ നിങ്ങൾ ഹർട്ട് ചെയ്യാതിരിക്കുക. അവരുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും നമുക്കറിയാം, എങ്കിലും നിങ്ങൾ അവരെ ഹർട്ട് ചെയ്യാതിരിക്കുക. പകരം എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ പോലെ ആ സിറ്റുവേഷനെ അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുക. മക്കളെയോട് പോയി കുളിക്കാനോ മറ്റു പുറത്ത് എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞു കൊടുക്കുകയോ, ആ സിറ്റുവേഷൻ അപ്പോൾ ആ സിറ്റുവേഷനെ ഒഴിവാക്കുക. തിരിച്ച് ഗ്രാൻഡ് പേരൻസിനൊരു, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് അന്നേരം ഒരു ചായ ഇട്ട് കൊടുക്കുകയോ, അവർ കുടിക്കുകയൊന്നും ഇല്ലായിരിക്കും, അവർ ദേഷ്യം പിടിച്ച് തന്നെ ഇരിക്കും. സിറ്റുവേഷൻസ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ മക്കളോട് സംസാരിക്കുക. അതിനുശേഷം എന്ത് പറയാം, പോയിട്ട് അവരോടൊരു സോറി പറ, അതിങ്ങനെയാണ്, പ്രായമായവരിങ്ങനെയാണ്, അവരെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അത് ഒരു മുൻകരുതൽ കൊടുക്കുക. ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, ഇങ്ങനെ ഒരു ഐഡിയ അവർക്ക് കൊടുത്തു വെക്കുക. ഇനിയും ഇങ്ങനെ ഉണ്ടാവാം, അപ്പൊ നിങ്ങളത് ക്ഷമിക്കാനും അത് എങ്ങനെ ഓവർകം ചെയ്യുന്നു അവർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നിങ്ങൾ കേട്ടാലും കേട്ടില്ലെന്ന മട്ടിൽ തന്നെ ഇരിക്കുക. ആ സമയം നിങ്ങൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിലിരിക്കുക. അല്ലാതെ അതിന് റിപ്ലൈ കൊടുക്കാൻ പോകാതിരിക്കാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ആ സിറ്റുവേഷൻ ക്ലിയർ ചെയ്ത് വിട്ടാൽ മാത്രമേ നിങ്ങൾക്കത് വലിയ വലിയ വഴക്കുകളിലേക്ക് പോകാതെ നിങ്ങൾക്കത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളും അതിനെ ചോദ്യം ചെയ്യാൻ പോയി പിന്നെ വലിയ വലിയ വഴക്കുകളിലേക്ക്
അത് പോകും. ഓക്കെ, താങ്ക് യു.